കാതൽ സിനിമ സമ്മാനിച്ചതിന് ജിയോ ബേബിക്കും മമ്മൂട്ടിക്കും നന്ദി പറഞ്ഞ് നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ. കാതലിനെ KG ജോർജ്, ഭരതൻ, ലോഹിൽദാസ്, പത്മരാജൻ, MT തുടങ്ങിയവരുടെ സർഗസൃഷ്ടികളോടാണ് അനൂപ് മേനോൻ ഉപമിച്ചത്. കാതലിലെ മാത്യുവും തങ്കനും കണ്ടുമുട്ടുന്ന രംഗം ഏറ്റവും കാൽപ്പനികമായ ഒന്നായിരുന്നുവെന്നാണ് അനൂപ് മേനോൻ പറയുന്നത്. മമ്മൂട്ടിയുടെ താരപരിവേഷം കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു പ്രമേയം ജിയോ ബേബിക്ക് വലിയൊരു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നും ഇത്തരമൊരു മനോഹരമായ കലാസൃഷ്ടി ഒരുക്കിയതിന് സിനിമാ പ്രേമിയായ താൻ നന്ദി പറയുന്നുവെന്നും അനൂപ് മേനോൻ കുറിച്ചു. കാതൽ കണ്ടു. മലയാളം സിനിമ തെലുങ്കിലെയും ബോളിവുഡിലെയും ബുദ്ധിശൂന്യമായ മസാല സിനിമകളുടെ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഇക്കാലത്ത് ഒരു യഥാർത്ഥ സിനിമാ സംവിധായകൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ജിയോ ബേബി തൻ്റെ അസാമാന്യ കഴിവുള്ള എഴുത്തുകാരനായ ആദർശനും പോൾസനും ഒപ്പം KG ജോർജിനെയും പത്മരാജനെയും ലോഹിദാസിനെയും ഭരതനെയും MTയെയും പോലെ പ്രതിമകൾ ചെയ്തുവെച്ച മലയാള സിനിമയുടെ പൈതൃകവും ചാരുതയും വിളിച്ചോതുന്ന ഒരു സിനിമയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സിനിമകളായിരുന്നു അവരുടേത്. മറ്റുള്ളവരിൽ നിന്ന് അവയെല്ലാം വേറിട്ട് നിന്നിരുന്നു. കാതൽ എന്ന സിനിമയിൽ ഇത്രയും സൂക്ഷ്മമായ ഒരു വിഷയം ഇവർ മൂവരും എത്ര സമർത്ഥമായിട്ടാണ് വൈവിധ്യമുള്ള ഒരു സമൂഹത്തിനു മുന്നിലേക്ക് അവതരിപ്പിച്ചത്. മാത്യുവിൻ്റെയും ഓമനയുടെയും പ്രണയകഥ ഭൗതികതയിൽ അധിഷ്ഠിതമല്ല. ഓമന പോയതിനു ശേഷം ഏകാന്തമായ അടുക്കളയിലേക്ക് നോക്കുന്ന മാത്യുവിൻ്റെ ട്രാക്ക് ഷോട്ട് വളരെ വേദനാജനകവും നെഞ്ചു നീറ്റുന്നതുമാണ്. നിങ്ങളുടെ പ്രണയത്തിനു വേണ്ടി കൂടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് മാത്യുവിനോട് ഓമന പറയുമ്പോൾ അവരുടെ ഉദ്ദേശത്തിൻ്റെ സത്യസന്ധത നമ്മെ ഭ്രമിപ്പിച്ചു കളയുന്നു. കാതലിലെ പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ഒട്ടും ഏച്ചുകെട്ടലില്ലാത്തതാണ്. ഒരു വേനൽ മഴയ്ക്കിടയിൽ മാത്യുവും തങ്കനും കണ്ടുമുട്ടുന്ന രംഗം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കാവ്യാത്മകമായ നിമിഷങ്ങളിൽ ഒന്നാണ്. എല്ലാത്തരം സിനിമകളെയും തുല്യധൈര്യത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു നടൻ എന്ന നിലയിൽ മമ്മൂക്ക നിങ്ങൾ എന്നേക്കും ഓർമ്മിക്കപ്പെടും. നിങ്ങളുടെ താരപരിവേഷമില്ലായിരുന്നെങ്കിൽ ജിയോയ്ക്ക് ഇത്രയും മഹത്തായ പ്രമേയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനോ ഈ സിനിമ നിർമ്മിക്കാനോ പോലും കഴിയുമായിരുന്നില്ല. ഈ മഹത്തരമായ കലാസൃഷ്ടി ഒരുക്കിയതിന് ഒരു തീവ്ര സിനിമാ പ്രേമിയുടെ നന്ദി. അതേസമയം കാതലിനെ പുകഴ്ത്തി ബോളിവുഡ് സംവിധായകൻ ഹൻസൻ മേത്തയും. ഒരു വ്യക്തിയെ സ്വയം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന മുദ്രാവാക്യമാണ് ഈ സിനിമയെന്ന് ഹൻസൻ മേത്ത പറയുന്നു. മമ്മൂട്ടിയുടെ സിനിമാ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് കാതൽ എന്നും ഈ സിനിമയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ജ്യോതികയ്ക്ക് സിനിമയിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജിയോ ബേബി എന്ന സംവിധായകരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഹൻസൻ മേത്ത എക്സിൽ പങ്കുവെച്ച കുറിപ്പ് അവസാനിപ്പിച്ചത്. കാതൽ ദി കോർ സ്വയം സ്നേഹിക്കാനുള്ള വളരെ ആർദ്രവും സ്നേഹപൂർവ്വവുമായ ഒരു മുദ്രാവാക്യമാണ്. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വിശാലമായ സിനിമാ ചരിത്രത്തിൽ മഹത്തായ ഒരു ഏട് കൂടി എഴുതി ചേർത്തിരിക്കുന്നു. നമ്മുടെ ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളായ അദ്ദേഹം എത്ര മനോഹരമായ പ്രകടനമാണ് കാതലിൽ നടത്തിയിരിക്കുന്നത്. സത്യസന്ധതയും സഹാനുഭൂതിയും ഉണർത്തുന്ന പ്രകടനം കൊണ്ട് ജ്യോതിക നമ്മെ വിസ്മയിപ്പിക്കുന്നു. അവർക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ ഉണ്ട്. കലയുടെ മഹത്തായ സമന്വയം തന്നെയാണ് കാതൽ. എന്തൊരു സംവിധായകനാണ് ജിയോ ബേബി. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കൂടിയുണ്ട്. ഹൻസൻ മേത്ത കുറിച്ചു. ജിയോ ബേബിയുടെ കാതൽ OTT റിലീസായതോടെ പ്രേക്ഷക പ്രശംസയുടെ പെരുമഴയാണ്. സിനിമാ താരങ്ങളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് കാതലിനെ പ്രശംസിച്ച് കുറിപ്പ് പങ്കുവയ്ക്കുന്നത്. ബോളിവുഡിൽ നിന്നും മാത്രമല്ല തെന്നിന്ത്യയിൽ നിന്നും സിനിമയെ പ്രശംസിച്ച് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട്.